ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുതാപത്തിൻ്റെയും നിരപ്പിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും ഒരു നോമ്പ് കാലത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. അല്പനേരത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗം റോമർക്കെഴുതിയ ലേഖനം. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ലേഖനമാണ് റോമർക്കെഴുതിയ ലേഖനം. റോമർ 12-ാം അധ്യായം 10 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 10-ാം വാക്യം: സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. നമ്മൾ സഹോദരപ്രീതിയുള്ളവരായിരിക്കണം. നമ്മളെക്കാൾ ഉപരിയായി മറ്റുള്ളവരെ സ്നേഹിക്കണം. നമ്മൾ അന്യോന്യം ബഹുമാനിക്കണം. വലിയവർ ചെറിയവരെ ബഹുമാനിക്കാനുള്ള മനസ്സ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അതാണ് നമ്മളെപ്പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത്. 11-ാം വാക്യം: ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. നമ്മൾ ആത്മാർത്ഥയോടുകൂടി കർത്താവിനെ സേവിക്കണം. ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം. 12-ാം വാക്യം: ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും ചെയ്യുവിൻ, അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യും. നമ്മൾ സകല മനുഷ്യരോടും സമാധാനമുള്ളവരായിരിക്കണം. എപ്പോഴും നമ്മൾ പ്രാർത്ഥനാശീലമുള്ളവരായിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കണം. വലിയ കഷ്ടത വരുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കണം. അതിഥികളെ നല്ലവണ്ണം സ്വീകരിക്കുക. നമ്മളോട് ഒരാൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ വിശ്വസ്തയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നാം സഹോദര സ്നേഹമുള്ളവരാണോ? നാം അന്യോന്യം ബഹുമാനിക്കുന്നുണ്ടോ? നാം ആത്മാർത്ഥമായി കർത്താവിനെ സേവിക്കുന്നുണ്ടോ? സകലരോട് സമാധാനം ആചരിക്കുന്നുണ്ടോ? നമ്മൾ നന്മ ചെയ്യുന്നവരാണോ? പോരായ്മകളെ കണ്ട് നമുക്കുണരാം. കുറവുകളെ കണ്ടുപിടിച്ച് കർത്താവിനോട് നിരപ്പ് പ്രാപിക്കാം. ഈ നോയമ്പ് കാലം അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.